നന്ദു പൊതുവാൾ മലയാള സിനിമയിലെ വഴിപോക്കൻ ക്യാരക്ടറുകൾ നിരവധി ചെയ്ത അഭിനേതാവ്. ഒരു മുഴുനീള വേഷത്തിൽ നന്ദു പൊതുവാളിനെ ഇതുവരെ കണ്ടിട്ടില്ല. എന്നാൽ മലയാളത്തിലെ നിരവധി ചിത്രങ്ങളിൽ ഒന്നോ രണ്ടോ സീനുകളിൽ വന്നു പോകുന്ന കഥാപാത്രമായി നന്ദുവിനെ കണ്ടിട്ടുമുണ്ട്. നന്ദുവിന് മികച്ച വേഷം കിട്ടിയ ഒരു സിനിമയായിരുന്നു ഭരതനാട്യം. അതിൽ അത്യാവശ്യം ലെങ്ത്തുള്ള റോളിൽ തന്നെയായിരുന്നു നന്ദു എത്തിയത്. നല്ല പ്രകടനവും അദ്ദേഹം ആ സിനിമയിൽ നടത്തിയിരുന്നു. ഇപ്പോൾ ഭരതനാട്യത്തിന്റെ രണ്ടാം ഭാഗമായി മോഹിനിയാട്ടം തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. മോഹിനിയാട്ടത്തിൽ നന്ദുവിന് ത്രൂ ഔട്ട് ഒരു റോൾ ഉണ്ട്. മാത്രവുമല്ല, സിനിമയിൽ നല്ല പ്രകടനവുമായി നന്ദു തിളങ്ങുന്നുമുണ്ട്. സിനിമയിലെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് നന്ദുവിന് ലഭിച്ചത്. ആ കഥാപാത്രത്തിന് മോഹിനിയാട്ടത്തിൽ നല്ല സ്പേസ് ഉണ്ട് താനും. അത് മാത്രവുമല്ല, നന്ദു എന്ന അഭിനേതാവ് വളരെ ഗംഭീരമായി ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുമുണ്ട്. ഒരുപാട് കയ്യടി നേടുന്ന കോമഡി രംഗങ്ങളിൽ നന്ദു തന്റെ അഭിനയം പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ കരിയർ എടുത്തു നോക്കിയാൽ അദ്ദേഹത്തിന് ഇന്ന് വരെ ലഭിച്ച ഏറ്റവും മികച്ച കഥാപാത്രം തന്നെയാണ് ഭരതനാട്യത്തിലും തുടർന്ന് മോഹിനിയാട്ടത്തിലും ഉള്ളത്. അതിൽ മോഹിനിയാട്ടത്തിൽ കുറെ കൂടെ മികച്ച പ്രകടനം നടത്തി നന്ദു ശ്രദ്ധ നേടുന്നുണ്ട്. പല സിനിമകളിലും ഒന്നോ രണ്ടോ സീനുകളിലാണ് വന്നു പോകുന്നത് എങ്കിലും പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ നന്ദുവിന് കഴിഞ്ഞിട്ടുണ്ട്. വെട്ടത്തിലാണെങ്കിലും ഒരു മരുഭൂമി കഥയിലാണെങ്കിലും ഒക്കെ അദ്ദേഹത്തിന്റെ രംഗങ്ങൾ നമുക്ക് വളരെ പരിചിതമാണ്. അതിനാൽ തന്നെ നന്ദുവിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും അദ്ദേഹത്തെ പോലെ വളരെ കഴിവുള്ള ഒരു അഭിനേതാവിന് ഒരിക്കൽ പോലും വലിയൊരു വേഷം ലഭിച്ചിരുന്നില്ല. ഇപ്പോഴെന്തായാലും അദ്ദേഹത്തിലെ അഭിനേതാവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ മികച്ചൊരു കഥാപാത്രം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു. അതിനോട് തീർത്തും നീതി പുലർത്തിക്കൊണ്ട് നന്ദുവിലെ അഭിനേതാവ് മികച്ച രീതിയിൽ അഭിനയം പുറത്തെടുത്തിട്ടുണ്ട്. ഏതായാലും നന്ദുവിന് കൂടുതൽ നല്ല വേഷങ്ങൾ ലഭിക്കട്ടെ. ശ്രദ്ധിക്കപ്പെടുന്ന പ്രകടനം നടത്താനും അദ്ദേഹത്തിന് കഴിയട്ടെ.